ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മാക്സി ഫ്രോക്കിൻ്റെ വീഡിയോ ആണ്. സിമ്പിളായിട്ട് കോളറൊക്കെ വെച്ച് എങ്ങനെ തയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ നീളത്തിൽ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അതിന് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 40 ആണ്. ഈ 40നെ നമുക്ക് ഒരു 35+5 അങ്ങനെ 40 എടുക്കാം. ഷോൾഡർ വന്നിട്ട് 6.5 ഇഞ്ചും ആം ഹോൾ 6.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് നമ്മുടെ എത്രയാണോ നമ്മുടെ ചെസ്റ്റ് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ലൂസും പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യണം. അത് വരച്ചതിന് ശേഷം നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ബ്രസ്റ്റും ഷേപ്പും അതേപോലെ നമ്മുടെ ഹിപ്പിൻ്റെ അളവ് ഇത് നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ 4 അളവും മെഷർ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം. അവിടുന്ന് ഹിപ്പിൻ്റെ അവിടുന്ന് നമുക്ക് എത്രയാണോ നമ്മൾ ലെങ്ത് എടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അടിയിൽ നിന്നൊന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6ഉം ബാക്ക് നെക്കിൻ്റെ ഇറക്കം 5ഉമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാക്ക് നെക്ക് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഫ്രണ്ടും ബാക്കും അതിനുശേഷം നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു വി ഷേപ്പിലാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത്. ഒരു ഡീപ്പ് വി ആണ്. ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുള്ള ഒരു വി നെക്കാണ്. ഈ വെട്ടിയ ഭാഗം നമുക്കൊന്ന് മാറ്റി വെക്കണം. നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് വെക്കണം. അതുപോലെ ഫ്രണ്ട് ആം ഹോളും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. പഫ് സ്ലീവാണ്. പഫ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 4.5 ഇഞ്ചാണ്. വീതി ഞാൻ 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് 4.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനിൻ്റെ തൊട്ട് മേലേക്ക് ബാക്കി എത്രയാണോ നമുക്ക് 2 അല്ലെങ്കിൽ 3 ഇഞ്ച് നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് ഫ്രില്ലിൻ്റെ ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് താഴെ നിന്ന് ഒരു 3-3.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇറക്കം ഞാൻ അതിനേക്കാൾ ഒരു 3 ഇഞ്ച് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്തും കൂടെ കൂടുതൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 3 ഇഞ്ച് നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം പിന്നീട് വേണം നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ആം ഹോൾ എത്രയാണോ വേണ്ടത് അത് ആദ്യം നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ അത് വെച്ച് തന്നെ ഒന്ന് അളന്ന് വെട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതിന് സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി മുകളിലേക്കുള്ള ഭാഗമാണ് നമുക്ക് ഫ്രിൽസ് വെക്കാൻ വേണ്ടത്. ഇനി അടുത്തത് നമുക്ക് താഴെ വെക്കാനുള്ള ഫ്രിൽസിൻ്റെ 6.5 ഇഞ്ച് നീളത്തിൽ 4 പീസ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 5 ഇഞ്ചാണ് നമുക്ക് ശരിക്കും വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 6.5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ 4 പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഫ്രിൽസ് ഇട്ടെടുക്കുകയാണ്. ഇപ്പം നമുക്ക് ആ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് പതിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെക്ക് വെട്ടിയിട്ട് മാറ്റിയൊരു കഷ്ണം ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചില്ലേ ആ പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പീസാണ് നമ്മളത് നെക്ക് പതിച്ചടിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിലൊരു ഹക്കോബേൻ്റെ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു കോളറിന് വേണ്ടിയിട്ടാണ്. ആ കോളർ പീസ് നമുക്കിങ്ങനെ നാലായിട്ട് മടക്കിയതിന് ശേഷം ആ ഫോൾഡഡ് സൈഡിൽ നമ്മുടെ നെക്ക് വെച്ചിട്ട് നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പ് അളന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കോളർ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പ് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. 4 പീസ് വേണം നമുക്ക് വരണം. എന്നിട്ട് നമ്മൾ തമ്മിൽ അടിച്ചിട്ടാണ് ഇത് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇന്നത്തെ ഷേപ്പ് ഒന്ന് വെട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ കോളർ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇപ്പോൾ 2 പീസ് ഉണ്ടല്ലോ ഇത് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അടിഭാഗം ഒന്ന് 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ചെറിയ നോച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ടിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ഇടണ്ട. നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ട് ഇതേപോലത്തെ ആ ഒരു കോളറിൻ്റെ പീസ് ഉണ്ടല്ലോ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ ആ പീസ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒരു 4 ഇഞ്ച് വീതിയിൽ അടിച്ചു കൊടുത്തിട്ട് അകത്തേക്ക് വെച്ച് നമ്മൾ മടക്കി കൊടുത്തിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നെക്ക് അടിച്ചിട്ട് അകത്തേക്ക് വെച്ച് ഫിനിഷ് ചെയ്ത് മടക്കി അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഫ്രണ്ട് പീസ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസ് നമുക്ക് ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് അതടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നോച്ചിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 പീസ് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ക്രോസ് പീസ് നമ്മൾ അടിച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഈ ഫ്രണ്ട് പീസിലെ മുകളിലേക്ക് വെച്ചിട്ട് അതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഫ്രണ്ടും ബാക്കും തമ്മിൽ ആ സ്റ്റിച്ചിൻ്റെ വശം നമ്മൾ ചേർത്ത് വെക്കുക. ആ സ്റ്റിച്ച് ഒരേപോലെ വരണ പോലെ വെക്കുക. അതിന് ശേഷം നമുക്ക് ആ ക്രോസ് പീസ് ഉണ്ടല്ലോ, ക്രോസ് പീസ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ 2 ഭാഗത്തെയും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻഡ് ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ മറിച്ചിടുമ്പോൾ പൊന്തിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കണ്ടോ, ഇതേപോലെ തിരിച്ചിട്ട് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കത് തിരിച്ചിട്ടിട്ട് ആ ബാക്ക് നെക്ക് ഉണ്ടല്ലോ, അത് ഇതേപോലെ പതിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ സ്ലീവ് എടുത്തിട്ട് അടിഭാഗം ഇതേപോലെ 1/2 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് കടത്തി വിടാനുള്ളതാണ്. അതിൻ്റെ പോലെ മുകളിൽ നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു 3 3 6 ഇഞ്ച്, ആ 6 ഇഞ്ച് വീതിയിൽ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്ലീവിന് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇത് അറ്റാച്ച് ചെയ്തെടുക്കണം. സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇലാസ്റ്റിക് കടത്തി വിടാം. 11 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ കൈവണ്ണത്തിനേക്കാളും ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ടെടുത്താൽ മതി. ഇനി നമുക്കൊരു പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് ഇതിലേക്ക് കടത്തി വിടാം, സ്ലീവിലേക്ക്. ഇതേപോലെ കടത്തി വിട്ടതിന് ശേഷം നമുക്ക് 2 സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എൻഡ് വരെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 പീസ് ഉണ്ടല്ലോ, ആ 4 പീസ് തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം അടിഭാഗം മടക്കി അടിച്ച് ഇതുപോലെ ഫ്രിൽസ് ഇട്ടിട്ട് എടുക്കുക. ചുരുക്കിട്ടിട്ട് ഫ്രില്ലാക്കി എടുത്താൽ മതി. ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല വശവും തമ്മിൽ ചേർന്ന് വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡിയാണേ. എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതിനെ അതങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.